Assalamu alaikum wa rahmatullahi wa barakatuh. An Introduction to Islam എന്ന സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പുള്ള പാർട്ടുകളിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്നും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്നേറ്റ് ഡിസ്പോസിഷൻ, ഒരു ചായ്വ് അതല്ലെങ്കിൽ ഫിത്ര നമുക്കുണ്ട് എന്നും ആ പ്രപഞ്ച സൃഷ്ടാവ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം അയച്ചിട്ടുണ്ട് എന്നും അതിന് ആദിമ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് വ്യത്യസ്ത കാലഘട്ടത്തിൽ നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളാണ്. ഒന്നാമതായി അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതായി കാണാം, വലാകിൻ റസൂലുള്ളാഹി വഖാതിമിൻ നബിയ്യിന, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. സഹീൽ ബുഖാരി 3455 നമ്പർ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ലാ നബി ബഅദി. സഹീൽ ബുഖാരി 3535 നമ്പർ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തെ ഒരു വീടുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ വീടിനൊരു കല്ലിൻ്റെ കുറവുണ്ട്. ആ വീട് കാണുന്ന ആളുകളെല്ലാം പറയും, ആ കല്ല് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഞാനാണ് ആ കല്ല്, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതായി കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയൊരു പ്രവാചകൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ലോകത്തുള്ള സകല മനുഷ്യരിലേക്കുമാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ, തൻ്റെ ദാസന് ശരിതെറ്റുകളെ വേർതിരിച്ച് കാണിക്കുന്ന ഈ പ്രമാണം ഇറക്കിക്കൊടുത്ത അള്ളാഹു അളവറ്റ അനുഗ്രഹമുള്ളവനാണ്. അദ്ദേഹം ലോകർക്കാകെ മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയാണ് അത്രയത്. സഹീൽ മുസ്ലിം 523-ാം നമ്പർ ഹദീസിൽ മറ്റു പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വ്യത്യസ്തനാക്കുന്ന കാര്യങ്ങൾ എണ്ണി പറയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യമായി പറയുന്നത് താൻ ലോകത്തുള്ള സകല മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ടതാണ് എന്നതാണ്. മുമ്പുള്ള പ്രവാചകന്മാർ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ അധ്യാപനങ്ങൾ ഒന്നെങ്കിൽ പൂർണ്ണമായി നശിക്കുകയോ അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന പ്രവാചകന്മാർ വീണ്ടും ശരിയായ ആദർശമായി വരുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകൻ, അദ്ദേഹത്തിന് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല എന്നതുകൊണ്ട് തന്നെ ലോകത്തുള്ള സകല മനുഷ്യരിലേക്കും അദ്ദേഹം നിയോഗിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതായി കാണാം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്, അതിനുള്ള പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.